പ്രിയമുള്ളവരെ നമസ്കാരം. പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ കേട്ടു. അതുമായിട്ട് ചർച്ച ചെയ്യാനെ കൊണ്ടാണ് ഒരു 5 മിനിറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് നിൽക്കുന്നത്. നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ വീണ്ടും വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ വിമാനത്താവളമാണ് ഏറ്റവും പ്രധാന പ്രശ്നം. മധ്യ തിരുവിതാംകൂറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു വിമാനത്താവളം അത്യാവശ്യമാണ്. തിരുവനന്തപുരത്ത് വരുന്നവർക്കായാലും ഇപ്പം നെടുമ്പാശ്ശേരി ഇറങ്ങി വരുന്നവർക്കായാലും വളരെ ഉപകാരപ്രദമായ ഒരു വിമാനത്താവളം ആണ് പത്തനംതിട്ടയിൽ വരാൻ പോകുന്നത്. ഏതെങ്കിലും പത്തനംതിട്ടയുടെ ഇന്ന സ്ഥലമെന്ന് ഞാൻ പറയുന്നില്ല. ആറന്മുള പണ്ട് പരീക്ഷണ പറക്കൽ വരെ നടത്തിയാണ്. ഞാനും ആ സ്ഥലത്ത് പോയി കണ്ടിട്ടുള്ളതാണ്. ചില കാരണങ്ങൾ നമുക്കെല്ലാവരും പരിസ്ഥിതി പ്രശ്നങ്ങളോ എന്തൊക്കെയോ കാരണങ്ങളാൽ അത് മുടങ്ങിപ്പോയി, അല്ലെങ്കിൽ അത് മുടക്കി. അതുപോലെയാണ് അടുത്ത ഇപ്പം ഈ വിമാനത്താവള പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംസാരങ്ങൾ. പലരും പലരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നാട് മറന്നു പോകുന്നു. ചിലർ ചില സ്ഥലങ്ങളെ മാത്രം ഫോക്കസ് ചെയ്യുന്നു. അത് തെറ്റാണ്. പത്തനംതിട്ട ജില്ലയിൽ എവിടെ വന്നാലും അത് സ്വാഗതാർഹമാണ് എന്ന് എൻ്റെ ഒരു വലിയ അഭിപ്രായം. നിങ്ങളുടെ കൂടെ തന്നെ നമ്മളുണ്ടാവും. ഇപ്പോൾ ആറന്മുളയെന്നോ കൊടുമണ്ണ് എസ്റ്റേറ്റ് ഒന്നുമില്ല. ഇനി കൊടുമണ്ണ് എസ്റ്റേറ്റാണ് ഏറ്റവും കൂടുതൽ പ്രയോജനമെങ്കിൽ കൊടുമണ്ണ് തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. ഇനി ആറന്മുളയെ പറ്റുമെങ്കിൽ ആറന്മുള ഉപയോഗിക്കാം. ഒരു ആറന്മുളയെക്കുറിച്ച് പറയുമ്പോൾ ഒത്തിരി പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നു. ഒരു കാലത്ത് അത് ഇന്ന് ഇൻ്റർനാഷണൽ എയർപോർട്ടായിട്ട് മാറേണ്ട ഒരു സ്ഥാപനമായിരുന്നു. അത് മാറി. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ഒരു സ്ഥാപനം വന്നാൽ, ഒരു എയർപോർട്ട് വന്നാൽ ചെറുതും വലുതുമായി 100 കണക്കിന് ജീവനക്കാർക്ക് തൊഴിൽ കിട്ടും, ആളുകൾക്ക് തൊഴിൽ കിട്ടും. അതുപോലെ നമ്മുടെ പട്ടണങ്ങളുടെ വികസനങ്ങൾ തന്നെ നമുക്കറിയാം. നെടുമ്പാശ്ശേരി വന്നപ്പോൾ ഇതിനേക്കാൾ വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. അതായത് മൊത്തം വയലായിരുന്നു, കട്ടിയുള്ള ഒരു സ്ഥലങ്ങളും ഇല്ലായിരുന്നു. കണ്ണൂരെ ഗ്രീൻഫീൽഡ് വിമാനത്താവളം മലകളൊക്കെ ഇടിച്ചു നിരത്തി, വൃക്ഷങ്ങളൊക്കെ വെട്ടി നിരത്തിയാണ് ഇത് വന്നത്. അന്നേരം അതൊന്നും പാരിസ്ഥിതിക പ്രശ്നങ്ങളല്ല. ഓക്കെ, അത് നമ്മൾ സമ്മതിക്കുന്നു. അത് എന്തു ആയിക്കോട്ടെ. ഏത് ജില്ലയിലാണോ ഒരു പ്രവർത്തനം, ഒരു നിർമ്മാണ പ്രവർത്തനം, അല്ലെങ്കിൽ ആ ജില്ലയ്ക്ക് ഉതകുന്നതായ ഒരു പുരോഗതിക്ക് ഉതകുന്നതായ പ്രവർത്തനം വന്നാൽ നമ്മൾ രാഷ്ട്രീയം മറന്ന് 2 കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പോൾ കൊടുമണ്ണ് എസ്റ്റേറ്റിന് പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നു. അവിടെ സ്ഥലവിസ്തൃതിയുണ്ട്, ഗവൺമെൻറ് തന്നെ സ്ഥലമാണ്, മറ്റൊരു പ്രശ്നങ്ങളുമില്ല എന്ന് കൊടുമണ്ണ് ആക്ഷൻ കൗൺസിൽ പറയുന്നത്, പ്രസിഡന്റ് പറയുന്നത് കേട്ടു. അതുപോലെ തന്നെ നമ്മുടെ ആറന്മുള വിമാനത്താവളത്തിൻ്റെ നേരത്തെ പ്രൊജക്ട് റെഡിയാക്കിയിരുന്ന ആ സാറും പറയുന്നത് കേട്ടു. ഇവിടെ എന്തായാലും ഡ്രോൺ വെച്ച് നമ്മൾ നോക്കുകയാണ്. അവർക്കൊരു എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, അത് പഠിക്കാനുള്ള സംവിധാനമായിട്ട് അവിടെ ഇറങ്ങിക്കോട്ട് വിമാനത്താവളം ആവുന്നില്ല എന്ന് പറയുന്നു. ഇപ്പോൾ എന്തു തന്നെ ആയാലും നമ്മുടെ ജില്ലയുടെ ഒരു പുരോഗതിക്ക് നമുക്കിത് അത്യാവശ്യ ഘടകമാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ച്, ഞാൻ അടൂരുകാരനാണ്. അടൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകണമെങ്കിൽ എത്ര മണിക്കൂർ യാത്രയുണ്ട്? അത് ഫ്ലൈറ്റ് മിക്കപ്പോഴും നെടുമ്പാശ്ശേരിയാണ്. എൻ്റെ സഹോദരങ്ങളൊക്കെ പറയുന്നത് നെടുമ്പാശ്ശേരിയാണ് കൂടുതലും കിട്ടുന്നത്. അത് വെളുപ്പിനെ സമയങ്ങളാണ്. നമ്മൾ എത്ര മണിക്ക് പോകണം ഇവിടുന്ന്? ഒരു വിമാനത്താവളം എന്ന് പറയുന്നത് ആ വിമാനത്താവളം നിൽക്കുന്ന സ്ഥലത്ത് മാത്രമല്ല അതിൻ്റെ വികസനം, ആ ജില്ല ഒട്ടാകെ, തൊട്ടടുത്ത് കിടക്കുന്ന ജില്ല ഒട്ടാകെ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകുകയാണ്. അതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അടൂര് വർഷങ്ങൾക്ക് മുമ്പേ പലവട്ടം എസ്റ്റിമേറ്റും എല്ലാം എടുത്തിട്ട് പോയിട്ടുള്ളതാണ് റെയിൽവേ. ഇപ്പോൾ വീണ്ടും റെയിൽവേയുടെ കാര്യം വരുന്നതായിട്ട് നമ്മൾ അറിയുന്നു. നമ്മുടെ MC റോഡിന് സമാന്തരമായിട്ടാണ് വരുന്നത് നമ്മൾ അറിയുന്നു. എങ്ങനെ വന്നാലും നമ്മൾക്ക് അടൂര് ഒരു പോയിന്റ് സ്റ്റേഷൻ നമുക്കുണ്ടാവണം. അത് മാത്രമേ ഉള്ളൂ എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയുവാനുള്ളത്. കാരണം നമ്മളായിട്ട് ഒന്നിനൊരു തടസ്സം ഉണ്ടാവരുത്. അടൂരിനെ കണക്ട് ചെയ്യാൻ വേറെ റെയിൽവേ സ്റ്റേഷൻ ഇല്ല. ഒന്ന് ചെങ്ങന്നൂർ പോകണം, കൊട്ടാരക്കര പോകണം. കൊട്ടാരക്കര എന്ന് പറയുമ്പോൾ വലിയ റെയിൽവേ സ്റ്റേഷൻ അല്ല, വലിയതായിട്ടുള്ള വിപുലീകരണം ഇല്ല എല്ലാ ട്രെയിനുകളോടില്ല. ഒന്നീ കൊട്ടാരക്കര അല്ല കായംകുളം. അടൂർ കൊട്ടാരക്കര എന്ന് പറയുമ്പോൾ ഏകദേശം 25-30 കിലോമീറ്ററോളം വരും. അതുപോലെ കായംകുളവും. നമ്മൾ ആകെ ചിന്തിക്കേണ്ടത്, നമ്മുടെ പ്രദേശത്തോടെ ഒരു വികസനം വരുമ്പോൾ നമ്മൾ ആരും എതിരല്ല എന്നുള്ളതാണ്. ഞാൻ അതിനെ സ്വാഗതാർഹം ചെയ്യുന്നു. നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, ഷെയർ ചെയ്യുക, അധികാരികളിലെത്തട്ടെ. നല്ലൊരു ഭാഗം ജനങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
അതിനാരും മുടക്കരുതെന്ന് മാത്രം ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ജില്ലയുടെ ഒരു വികസനത്തെ അത്യാവശ്യമാണ്. പത്തനംതിട്ട ജില്ല എന്ന് പറയുമ്പോൾ വികസനത്തിന് പിന്നോട്ട് നിൽക്കുന്ന ഒരു ജില്ലയാണ്. ഇഷ്ടം പോലെ പ്രവാസികളുള്ള ജില്ലയാണ് പത്തനംതിട്ട. ഓക്കെ, നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ പറയുക, ഇത് ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.